ഹലോ, വീട്ടിൽ ബാക്കി വന്ന ചോറ് ഉപയോഗിച്ചിട്ട് മുഖത്തിൻ്റെ നിറം രണ്ടിരട്ടി കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതെങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നമുക്ക് ഡയറക്റ്റ് നോക്കാം. ആദ്യം 2 ടേബിൾ സ്പൂണ് ചോറ് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് എടുക്കുക. ചോറ് ഏത് അരിൻ്റെ ചോറായാലും സാരമില്ല, മട്ട അരിയാണോ പൊന്നി അരിയാണോ എന്നെല്ലാം കുറേ ഡൗട്ട് ഉണ്ടാവും. നിങ്ങൾ വീട്ടിൽ വെക്കുന്ന ചോറ് ഏതായാലും സാരമില്ല, അത് ബാക്കി വന്ന 2 ടേബിൾ സ്പൂൺ എടുക്കുക. അതുപോലെ തന്നെ ഒരു പകുതി തക്കാളിയും കൂടി അതിലേക്ക് ഇട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ട് നല്ല മഷി പോലെ ഇതൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരിക. ഇനി ഇതിൽ നിന്ന് 1-2 ടേബിൾ സ്പൂൺ മാത്രമേ നമുക്ക് ആവശ്യമായിട്ട് വരൂ. പിന്നെ നിങ്ങൾക്കിത് ഫുൾ ബോഡി വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇതിൽ ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ഈ ഒരു മിക്സ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് തൈരാണ്. നല്ല കട്ട തൈരും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. വേറെ ഒന്നും ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നില്ല. വെറും 3 ചേരുവകൾ ഉപയോഗിച്ചിട്ട് മുഖത്തിൻ്റെ നിറം നന്നായിട്ട് തന്നെ തിളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. നിങ്ങളിത് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫേസ് പാക്ക് നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിലേക്ക് വേറെ പൊടികളെല്ലാം നിങ്ങൾക്ക് വല്ല കടലമാവോ അല്ലെങ്കിൽ മുൾത്താണി മിട്ടിയോ അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. പക്ഷേ ഈ ഒരു 3 സാധനങ്ങൾ മാത്രം മതി മുഖം നല്ല നിറവും തിളക്കവും വരാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മളെ സൺ ടാൻ മാറാനും ഇത് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈരും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നല്ല കട്ട തൈര് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അധികം പുളിപ്പില്ലാത്ത നല്ല കട്ട തൈരും കൂടി എടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ തൈര് ഈ ടൊമാറ്റോ പേസ്റ്റിലേക്ക് നന്നായിട്ട് മിക്സ് ആയി കിട്ടണം. ഇത് ടൊമാറ്റോ പേസ്റ്റ് മാത്രമല്ല, ഇതിൽ ചോറും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു പരുവം നന്നായിട്ട് മിക്സ് ആയിട്ട് ഈ ഒരു പരുവാകുന്ന സമയത്ത് നമ്മൾ മുഖമെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. കഴുകി വൃത്തിയാക്കി തുടച്ച ഒരു സോപ്പോ ഫേസ് വാഷോ ഉപയോഗിച്ചിട്ട് നിങ്ങൾ മുഖം കഴുകുക. അതിനുശേഷം ഇത് നിങ്ങളെ ഫേസിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് 2 മിനിറ്റ് മസാജ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. മസാജിങ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളെ സ്കിന്ന് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ തൂങ്ങിപ്പോയ ആ ഒരു സ്കിന്നെല്ലാം ടൈറ്റൻ ചെയ്യാനെല്ലാം നമുക്ക് ഈ ഒരു മസാജിങ് ഹെൽപ്ഫുള്ളായിരിക്കും. പ്രായം കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കും കേട്ടോ മസാജിങ്. അപ്പോൾ ഈ മസാജിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാൻ ആഗ്രഹമുള്ളവർ ചാനൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം ഒന്ന് ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 25 മിനിറ്റെങ്കിലും ഫേസിൽ വെച്ചതിന് ശേഷം സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയുക. ഒരു വാം വാട്ടർ ആണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കഴുകിക്കളഞ്ഞതിന് ശേഷം തന്നെ നിങ്ങൾക്ക് ആ ഒരു ഗ്ലോ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തതിൻ്റെ മുന്നേ നിങ്ങളെൻ്റെ കൈ കണ്ടതാണ്. ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്ലൈ ചെയ്ത കൈയും ചെയ്യാത്ത കൈയും തമ്മിലുള്ള ഡിഫറൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ കയ്യിലുള്ള ആ സ്കിന്നിനേക്കാളും അടിപൊളിയാണ് നമ്മളെ ഫേസിലുള്ള സ്കിൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കമൻറ്റിലൂടെ വന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.